ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. കേരളത്തിൽ നിന്നുള്ള UDF MPമാരുടെ സംഘം ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികളെ കാണാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ നാളെ ഞങ്ങളിത് പാർലമെന്റിൽ വീണ്ടും ഉന്നയിക്കും. നാളെ ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയോട് പറയും. ഇത് ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല. ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ചില ഭരണഘടനാ വിരുദ്ധമായ നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല, ഇത് ഇന്ത്യയിൽ മൊത്തം നടക്കുന്നതായതുകൊണ്ട് ഇത് കൂടുതൽ ശക്തമായി പാർലമെന്റ് ഞങ്ങൾ അവതരിപ്പിക്കും. ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഇടത് പ്രതിനിധി സംഘവും ഛത്തീസ്ഗഡിലേക്ക് തിരിക്കും. സംഘപരിവാർ നടപ്പിലാക്കുന്നത് വിചാരധാരയിൽ പറയുന്ന കാര്യങ്ങളെന്ന് ഗീവർഗീസ് മാർ കൂർലോസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഗോൾവാക്കർ വിചാരധാരയിൽ കുറിച്ച ആ ഒരു പദ്ധതിയുടെ നടപ്പിലാക്കലാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വിചാരധാരയിൽ അദ്ദേഹം പറയുന്നത് ആഭ്യന്തര ശത്രുക്കളെന്നാണ് അദ്ദേഹം പറയുന്നത്. 3 കൂട്ടരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മിഷണറിമാർ, മൂന്നാമത് മുസ്ലിങ്ങൾ. ഇങ്ങനെ 3 കൂട്ടരെയാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട് ഗോൾവാക്കർ വിചാരധാരയിൽ വ്യക്തമാക്കുന്നത്. അവരെ ആക്രമിക്കുക, അവരെ ഇല്ലാതാക്കുക, ഉന്മൂലനം ചെയ്യുക, രാജ്യത്ത് നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ്. സഭയുടെ സഹായം വേണ്ടിവരുമ്പോൾ മാത്രം കേരളത്തിൽ ചിലർ സൗഹൃദം കാണിക്കുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആഞ്ഞടിച്ചു. ആൾക്കൂട്ടങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിയമത്തിന് എന്ത് പ്രസക്തി? ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വതന്ത്രമായ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത്. ഈ രാജ്യത്ത് നിയമവാഴ്ചയാണ് നടക്കേണ്ടത്. ഇത് നിയമവാഴ്ചയല്ല, ഇത് കാട്ടുനീതിയാണ്. ഒരു ആൾക്കൂട്ടം വന്ന് ആക്രോശിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാണ്. അത് കണ്ടു നിൽക്കാൻ പോലീസുകാരും. അതുകൊണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ നിയമവാഴ്ച തിരികെ കൊണ്ടുവരണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർക്ക് സഭയുടെ സഹായം വേണ്ടി വരുമ്പോൾ അവർ സൗഹൃദം കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതേ വിപരീത അനുഭവം, ഇത് രണ്ടും ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്.